ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരുന്നു പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജോബുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബാണ്. അപ്പോൾ ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ AI ടൂൾസില്ലേ, നമ്മൾ AI ടൂള് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം, അതിനൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ AI ട്യൂട്ടർ അല്ലെങ്കിൽ AI ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മന്തിൽ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് AI ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ആ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വലിയ കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ AIയെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ നമ്മുടെ ഓരോ കമ്പനികൾ എന്ത് ചെയ്യും, ഓരോ പ്രോജക്റ്റ് ഏറ്റെടുക്കും. അപ്പോൾ ആ പ്രോജക്റ്റിലെ കാര്യങ്ങൾ നമ്മൾ AI ടൂൾസിനെ കൊണ്ട് അല്ലെങ്കിൽ AIയെ കൊണ്ട് ചെയ്യിക്കണം. അതിനായിട്ട് നമ്മൾ AIക്ക് വേണ്ടത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രോജക്റ്റിന് ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇപ്പോൾ ഒരു മാർക്കറ്റ് പ്രോഡക്റ്റാണ് നമ്മുടെ മിൽക്ക് പൗഡർ എന്ന് കരുതുക, എവരിഡേയുടെ മിൽക്ക് പൗഡർ. അപ്പോൾ അത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം വിറ്റഴിഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം ഒരു മാസത്തെ. അതിന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ AI ടൂൾസിനോട് പറയുവാണ്, ഇത്ര മാസം വരെ മിൽക്ക് പ്രോഡക്റ്റ്, എവരിഡേയുടെ മിൽക്ക് പ്രോഡക്റ്റ് എത്ര പേര് യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് സെയിലായി എന്നറിയാനെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ AI ടൂൾസിനോട് പറയണം, വേണ്ടേ? എങ്കിൽ മാത്രമേ AI ടൂൾസ് നമുക്ക് അതിനുള്ള ആൻസർ തരത്തുള്ളൂ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, AI ടൂൾസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ ആ AI ടൂൾസിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് കളക്ട് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ AI ടൂളിനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്നതിനാണ് നമ്മൾ AI ട്രെയിനർ അല്ലെങ്കിൽ ട്രെയിനി എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനത്തെ വർക്കാണ് നമുക്കിവിടെ ചെയ്യേണ്ടി വരിക. അതിനപ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം, ഗ്രാമർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ വരേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ പേയ്മെൻ്റ് ഒക്കെ വരുന്നത് നമ്മുടെ US ഡോളറായിട്ടായിരിക്കും പേയ്മെൻറ്റ് വരിക. അപ്പം വിഡ്രോവൽ വരുന്നത് PayPal വഴിയായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഷെയർ ചെയ്താൻ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സംഭവമാണല്ലോ AI ടൂൾസ്. അപ്പം നമ്മൾ ഒരു AI ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ AI ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുക. മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പേയ്മെൻറ്റ് വരിക പെർ ഹവേഴ്സിനാണ്. ഇതൊരു US ബേസ്ഡ് AI ട്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡോളറായിട്ടായിരിക്കും പേയ്മെൻറ്റ് വരിക. നമുക്കിവിടെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജോബിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. ഡേറ്റ അനോമേഷൻ ഈസ് കമ്മിറ്റഡ് ടു ക്രിയേറ്റിംഗ് ക്വാളിറ്റി AI. ജോയിൻ അവർ ടീം ടു ഹെൽപ്പ് ട്രെയിനി AI chat bots will while gain the flexibility of remote work and choose your own schedule. അപ്പം നമ്മുടെ സ്വന്തം ഷെഡ്യൂള് തീരുമാനിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പം വർക്ക് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ AI ടൂൾസിന് അല്ലെങ്കിൽ AIക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വി ആർ ലുക്കിംഗ് ഫോർ AI ട്യൂട്ടർ ടു ജോയിൻ അവർ ടീം ആൻഡ് ടീച്ച് AI ചാറ്റ് ബോട്ട്സ്. അപ്പം AI ചാറ്റ് ബോട്ട്സിന് വേണ്ടുന്ന ടീച്ചിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലും കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. യു വിൽ ഹാവ് conversation in both മലയാളം ആൻഡ് ഇംഗ്ലീഷ് വിത്ത് ചാറ്റ് ബോട്ട്സ് ഇൻ ഓർഡർ ടു മെഷർ ദെയർ പ്രോഗ്രസ്. അപ്പോൾ അവർ ഏറ്റെടുക്കുന്ന പ്രോജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പ്രോജക്ട്സ് ചെയ്യാനായിട്ട് AI ടൂൾസിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആസ് വെൽ റൈറ്റ് നോവൽ കൺസർവേഷൻ ഈസ് ഓർഡർ ടു ടീച്ച് ദം വാട്ട് ടു സേ.
അപ്പം നമ്മൾ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് AI ടൂൾസ് എന്ത് ചെയ്യണം എന്ന് അവരെ കൊണ്ട് അവർ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ AI ടൂൾസ്. അപ്പം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇന്നതുപോലെ ചെയ്യണം എന്ന് AI ടൂൾസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ. അങ്ങനെ കൊടുത്ത് അവരെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ AI ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ബെനിഫിറ്റ്സ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക. ഇതൊരു റിമോട്ട് ജോബാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ചൂസ് വിച്ച് പ്രോജക്റ്റ് യു ആർ വാണ്ട് ടു വർക്ക് ഓൺ. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് എന്താണ് ചൂസ് ചെയ്യാം, ഏബിളായിട്ടുള്ള പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ഷെഡ്യൂൾ, നമുക്ക് സ്വന്തമായിട്ട് ഷെഡ്യൂൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പ്രോജക്റ്റ് ആർ പെയ്ഡ് ഹവർലി. അപ്പോൾ അവർ പ്രോജക്റ്റിന് പേയ്മെൻറ്റ് തരിക മണിക്കൂറുകൾക്കായിരിക്കും. സ്റ്റാർട്ടിങ് അറ്റ് $20 പെർ ഹവേഴ്സ്. അപ്പം ഒരു ഹവറിന് അവർ $20 വെച്ചായിരിക്കും എന്താ ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. വിത്ത് ബോണസ് ഫോർ ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ വോളിയം വർക്ക്. അവർ എന്താണ് അഡീഷണലായിട്ട് ബോണസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വർക്ക് അതിൻ്റെ ക്വാളിറ്റിയും വോളിയത്തിനനുസരിച്ച് അവർ അഡീഷണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കം വിത്ത് ഡിവൈസസ് എന്താണ് കോൺവെർസേഷൻ ഓവർ എ റേഞ്ച് ഓഫ് ടോപ്പിക്. അപ്പം നമ്മൾ എന്താണ് ടോപ്പിക്കിൻ്റെ റേഞ്ചിനനുസരിച്ച് നമ്മൾ അഡ്വൈസ് കൊടുക്കുക. റൈറ്റ് ഹൈ ക്വാളിറ്റി ആൻസേഴ്സ് വെൻ ഗിവിങ് സ്പെസിഫിക് പ്രൊമോട്ട്സ്. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റിയിലുള്ള ആൻസേഴ്സൊക്കെ അവർക്ക് കൊടുക്കുക, AI ടൂൾസിന് കൊടുക്കുക. പിന്നെ കമ്പയർ ചെയ്ത പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് AI മോഡൽസ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തണം, ഒരു AI മോഡൽസും മറ്റൊരു AI മോഡൽസും തമ്മിലുള്ള പെർഫോമൻസ് കമ്പയർ ചെയ്യുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റിസർച്ച് ഫാക്റ്റ് ചെക്ക് AI റെസ്പോൺസ്. നമ്മളതിൻ്റെ AIയുടെ റെസ്പോൺസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് റിസർച്ച് ചെയ്യുക. ജസ്റ്റ് ചുമ്മാ AI ടൂൾസിൻ്റെ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയിരിക്കണം. ബാച്ചിലർ ഓഫ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിരിക്കണം. പിന്നെ എക്സലൻ്റ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ സ്കിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഗ്രാമറൊക്കെ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് മെയ്ഡാണ് വരിക. പേയ്മെൻറ്റ് മോഡ് വരിക പേപ്പാൽ വഴിയായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെർ ഹവറിൽ എത്രയാണ് 1713 രൂപയായിരിക്കും കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ഓൺ സൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ പഴയ ഈ നൗക്കരി അതുപോലത്തെ ഉള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയായിരിക്കും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ മെയിൽ ID ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെയുള്ള ജോബിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ആദ്യം ഇൻഡീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗൂഗിളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ പ്രോസസ്സിംഗ് ഉണ്ട്, മെയിൽ ID ഫോൺ നമ്പർ അങ്ങനെ ഓരോ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം അപ്ലൈ ചെയ്ത് നോക്കുക. നല്ലൊരു വേക്കൻസിയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.